ഇടതുമുന്നണിയുടെ ഒരു കെയർ എക്കണോമി രാഷ്ട്രീയത്തെ നേരിടാൻ യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഉപയോഗിച്ച പ്രധാനപ്പെട്ട പ്രചരണായുധങ്ങളുണ്ട്. അതിനെ നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയത്. എങ്ങനെയാണ് 99 സീറ്റുമായി തുടർച്ചയായി ഭരണത്തിലെത്തിയ പിണറായി സർക്കാരിനെ ഈ മൂന്നാം ഊഴം കൊടുക്കാതെ താഴെ ഇറക്കാൻ പോകുന്നത്? പെൻഷൻ മുടങ്ങുന്നില്ല, റേഷൻ മുടങ്ങുന്നില്ല, നിങ്ങളുടെ സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് എത്തുന്നു, കറണ്ട് മുടങ്ങുന്നില്ല, വില്ലേജ് ഓഫീസിൽ കേസ് സ്മാർട്ടായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലുമുള്ള 100-ലധികം സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വികസനം റോഡായിട്ടും മറ്റു വലിയ പദ്ധതികളായിട്ടും ഏകദേശം 90,000 കോടി രൂപയുടെ വികസനം കിഫ്ബി പ്രോജക്റ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ മണ്ഡലത്തിലും MLA-മാർ അവരവരുടെ വികസനം പറയുമ്പോൾ അത് സർക്കാരിൻ്റെ സാക്ഷ്യപത്രം കൂടിയായി മാറുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സർക്കാരിനെ UDF താഴെ ഇറക്കാൻ പോകുന്നത്? ഇതിനും മേൽ ഈ UDF-ന് കൊടുക്കേണ്ടി വരുമല്ലോ. വാഗ്ദാനങ്ങളാണെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വികസനം ചർച്ച ചെയ്യാതിരിക്കുക എന്നൊരൊറ്റ അജണ്ടയിലാണ് UDF പ്രവർത്തിക്കുന്നത് എന്നാണ്. പക്ഷേ സൂക്ഷ്മമായി അത് മനസ്സിലാക്കുമ്പോൾ 3-4 അച്ചുതണ്ടുകളുണ്ട് അതിന്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ആ അർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു UDF ആദ്യം ഉപയോഗിച്ച സ്ട്രാറ്റജി. തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. നിങ്ങൾ തെരുവിലിറങ്ങി സാധാരണക്കാരായ മനുഷ്യരോട് ചോദിച്ചു നോക്കൂ, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? അവർക്ക് ആ വാക്കൊന്നും ചിലപ്പോൾ പരിചയമുണ്ടാവില്ല. സർക്കാർ മാറണോ എന്ന് ചോദിച്ചാൽ ചിലരിങ്ങനെ നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും, എന്തിനു മാറണം? പെൻഷൻ കിട്ടുന്നു, റേഷൻ കടയിൽ ബുദ്ധിമുട്ടില്ല, അവരുടെ ദൈനംദിന പ്രായോഗിക ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോകുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ഒരു തോന്നലാണ്. നിങ്ങൾ തിരിച്ചു വേറൊരു ചോദ്യം കൂടി ചോദിക്കൂ, സർക്കാർ മാറണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നതാണ് നല്ലത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറത്തേക്ക് അധികാരം ഇടവിട്ട് മാറുക എന്ന് പറയുന്ന നമ്മളുടെ ഒരു മധ്യവർഗ രാഷ്ട്രീയ ബോധമാണ് കേരളത്തിലുണ്ടായിരുന്നത്.